ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പിങ്കി വ്ളോഗ്. അപ്പോൾ ഇപ്പം ടൈം പുലർച്ചെ ഒരു 4:45-5 മണി ഇടയ്ക്കുള്ള ഒരു ടൈമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ കുളിച്ച് റെഡിയായി സെറ്റായിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്, എറണാകുളത്താണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഒരു 7:30-7:45 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6:15-6 മണി ടൈമിന് ഉള്ളിൽ ഇവിടെ നിന്ന് പുറപ്പെട്ടാലേ എറണാകുളത്തേക്ക് അധികം ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട്, പുലർച്ചെ അധികം ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് വേഗം എത്തും. അപ്പോൾ ഒരു 1-1.5 മണിക്കൂറിന്റെ കണക്ക് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ റെഡി ഒരു 5:30 സമയമാകുമ്പോഴേക്കും കൊടുങ്ങല്ലൂർ എത്തണം. അപ്പം കൊടുങ്ങല്ലൂരിൽ നിന്ന് അവിടെയാണ് വണ്ടി വരാം. ഇവിടെ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ തൃപ്രയാർ ഭാഗത്തു നിന്നാണ് ഒരു 10-14 പേര് കൊള്ളുന്ന ഒരു വണ്ടിയിലാണ് പോകുന്നത്. അപ്പൊ പുലർച്ചെ ആയിട്ട് ഒരു നേരം വെളുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് 2 വീലറിൽ വരുന്ന സമയത്ത് ഇച്ചിരി അങ്ങോട്ട് നേരം വെളുത്തിരുന്നു. അപ്പം എനിക്ക് അധികം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു ലേശം പേടി വന്നു. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. കൂട്ടിന് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ടൈം ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ തൃപ്രയാറിനായതുകൊണ്ട് പിന്നെ അവർ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ നിന്ന് വരാലോ. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ യാത്രയ്ക്ക് പോകാൻ എല്ലാ പ്രിക്കോഷനും എടുത്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഛർദി, തലവേദന ഇതൊക്കെ എൻ്റെ സ്ഥിരം പണികളായതുകൊണ്ട് ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നേരം ഇത്തിരി വെളുത്തപ്പള്ളിക്കും വണ്ടി വന്നു. ഞങ്ങളുടെ വണ്ടി ഇതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പം ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എറണാകുളത്താണ്. വൈകുന്നേരം വരെ എറണാകുളത്താണ്. അവിടുത്തെ ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ അവസാനമാണ് കയറിയത്. ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം തൃപ്രയാർ ഭാഗത്തു നിന്നാണ് എല്ലാവരും. അവിടെ നിന്ന് കയറി വന്നപ്പോൾ അവസാനം ഒരു സീറ്റ് കറക്റ്റ് എല്ലാവരും ഉൾക്കൊണ്ടിട്ട് ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അവസാനത്തെ സീറ്റ് ആയതുകൊണ്ട് എനിക്ക് മുമ്പിലത്തെ സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എറണാകുളത്ത് എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം. പിന്നെ ഒരു കാര്യം, എറണാകുളത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എറണാകുളം ചുറ്റി കാണാനാണ് ഞാൻ അവിടേക്ക് പോകണമെന്ന്. അതത്രയല്ല, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇനി എവിടെയെങ്കിലും കാണാനൊക്കെ പറ്റില്ലെന്നൊന്നും എനിക്കറിയില്ല. അത് അവിടെ എത്തിയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മിക്കവാറും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊന്നും ചാൻസ് ഇല്ല. എന്നാൽ പോലും വേഗം ഇറങ്ങാൻ പറ്റിയ വേണമെങ്കിൽ ഒന്ന് നമുക്ക് എറണാകുളമൊക്കെ ഒന്ന് ചുറ്റി കാണാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ നടക്കില്ലെന്ന് ഒന്നും അറിയില്ല, ഒട്ടും ഉറപ്പില്ല. കാരണം ഇത് ഒഫീഷ്യൽ ട്രിപ്പാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് പുറത്തിറങ്ങി പിന്നെ അത്രയും വൈകാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോരും. അപ്പോൾ നമുക്ക് എറണാകുളത്ത് എത്തിയിട്ട് കാണാം. അടുത്ത സീൻ എറണാകുളം. ഓക്കെ. ഫൈനലി ഞങ്ങൾ എറണാകുളത്ത് എത്തിയിരിക്കുന്നു. അപ്പം നീല ബസ്സിൽ നിന്ന് പച്ച ബസ് കാണുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ബസ്സുകളൊക്കെ പച്ച ബസ്സുകളായിരിക്കും. അപ്പം എറണാകുളം സിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. മിക്ക സിറ്റികളും ഞാൻ അങ്ങനെയൊന്നും അധികം കണ്ടിട്ടില്ല. ഞാൻ പുറത്തിറങ്ങണ ഒരു ടൈപ്പ് ഒന്നല്ല. ഇപ്പൊ തുടങ്ങി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും വെച്ച് നമ്മുടെ തൃശ്ശൂരിനുള്ളിൽ ഒരുവിധം എല്ലാ
അമ്പലങ്ങളിലും എല്ലാ പരിപാടികൾക്കൊക്കെ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതും ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നതും. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു പുറത്തിറങ്ങാൻ. ഒറ്റയ്ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് വല്ലവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആ ഒരു പേടിയൊക്കെ ഇപ്പോൾ എനിക്ക് എന്നെ വിട്ട് പോയിക്കുന്നു. എന്നെ മാത്രമല്ല പലരുടെയും ലൈഫിൽ അങ്ങനെയായിരിക്കും. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പേടിയൊന്നും ഉണ്ടാവില്ല, ഒരു വല്ലാത്തൊരു ധൈര്യം വരും. അതുപോലെ തന്നെയാണ് ഇപ്പൊ എനിക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാളിൽ എത്തിയിട്ടുണ്ട്. പടമാണെന്നുണ്ടോ? അപ്പൊ നമ്മുടെ പരിപാടി നടക്കുന്നത് കൊച്ചിൻ ട്രേഡ് സെന്ററിലാണ്. ഏകദേശം ഒരു 7000 പേരോളം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സാറ് ചെയർമാൻ ആർ പ്രേംകുമാർ സാറാണ് നമ്മുടെ എല്ലാ വർഷവും മുഖ്യ അതിഥിയും ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റും ഒക്കെ ഞങ്ങളുടെ സാർ തന്നെയാണ്. ഈ ഒരു ചടങ്ങിൽ ഞങ്ങൾ ഇപ്പോൾ 7 മണിക്ക് വന്നത്. ഞങ്ങൾക്ക് വളണ്ടിയേഴ്സ് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും എത്തണമെന്നുണ്ട്. അല്ലാത്തവരൊക്കെ ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും ടൈമിലേ എത്തുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഞങ്ങള് എത്തി. ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ കാലത്ത് ഞാനൊന്നും കഴിച്ചിട്ടില്ല. കൂടെയുള്ളവരൊക്കെ ഒരു വിധമൊക്കെ അവര് വന്നിട്ടുണ്ട്. കാരണം എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾക്ക് ഫുഡ് കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നല്ല, ഫുഡ് ഇല്ലാണ്ടല്ല, ഭയങ്കരമായിട്ട് തിരക്കും കാര്യങ്ങളായിട്ട്. ഒന്നാമത് എനിക്ക് ഈ തിരക്കിലൊക്കെ നിന്ന് ഫുഡ് കഴിക്കാന്നുള്ള കാര്യമേ ഇഷ്ടമല്ല. കുറച്ച് ഫ്രീ ഒക്കെ ആയിട്ട് നിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടം. ഈ തിക്കും തിരക്കും ഈ ക്യൂ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ നല്ല ക്ഷമയുള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ക്യൂ നിന്നൊന്നും ഫുഡ് കഴിക്കില്ല. കാലത്തായതുകൊണ്ട് 7 മണിക്ക് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ മാത്രം വന്നിട്ടുള്ളൂ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ചെളി മഴയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടാർപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് മേലെയൊക്കെയാണ് ചെളിയൊക്കെ കാണുന്നത്. 150ഓളം ബ്രാഞ്ചുകൾ ഉണ്ട് ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിന്. അപ്പൊ അവിടെ നിന്നൊക്കെ ഇനി ഒരു 10 മണിയാകുമ്പോഴേക്കും ആൾക്കാരൊക്കെ വരും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ വട, ചായ, കാപ്പി ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇഡ്ഡലി ഒരു 3 വാങ്ങിച്ച് കാലത്തന്നെ തട്ടി. എനിക്ക് ഗുളിക കഴിച്ചുകൊണ്ട് ഫുഡൊന്നും കഴിക്കണോണ്ട് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഗുളിക കഴിക്കാണ്ട് വരുന്ന സമയത്ത് ഛർദി, തലവേദനയൊക്കെ ഉള്ള ടൈമിൽ ഫുഡൊന്നും എനിക്ക് ഇറങ്ങില്ല കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് കാലമായിട്ട് എവിടേക്ക് പോവാണെങ്കിലും ഛർദിനും തലവേദനയും ഗുളിയൊക്കെ കഴിച്ചു വരുമ്പോൾ എനിക്ക് ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം. പിന്നെ ചട്നിയും സാമ്പാറൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് എന്റെ മേത്തും പോവുകയും ചെയ്തു. ഈ ഒരു പ്ലേറ്റ് ഭയങ്കര ഒരു കനം കുറവാണ്. അപ്പൊ നമുക്ക് ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റണില്ല. എല്ലാവരും പറഞ്ഞു ഞാൻ വീഡിയോ പിടിക്കാൻ നിന്നുകൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 പേരുടെ മേത്തും ഈ ഒരു ചട്നിയും സാമ്പാറും പോയി. അതുകൊണ്ട് എന്നെ കുറ്റം പറയരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞു പോവായിരുന്നു. കഴുകി കളഞ്ഞപ്പോൾ അത് പോയി. ഭാഗ്യത്തിന് കാലത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഇതും വെച്ചിട്ട് പോണ്ടി വരുന്ന ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകിയതിന് ശേഷം ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വെച്ചു. ഈ ഒരു ഫ്രഷ്നെസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ഒക്കെ പോകുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ വീഡിയോക്ക് പോസ് ചെയ്തു. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. വീഡിയോ ഓണാണോ? ഓണാണ്. എടുത്തോളൂല്ലേ? ഒന്ന് ശരി. പിന്നെ ഞങ്ങള് 1.5 മണിക്കൂർ 2 മണിക്ക് യാത്ര ചെയ്ത് വന്നപ്പോൾ മുടിയും കാര്യങ്ങളൊക്കെ പോയി. അപ്പൊ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഡ്യൂട്ടിയിലേക്ക് കടന്നു. വളണ്ടിയേഴ്സ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വരുന്നവരുടെ എല്ലാ അഡ്രസ്സും ഫോൺ നമ്പറും പേരും ഒക്കെ എഴുതണം. നല്ല പണിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ കാലത്തൊട്ട് ഒരു ഉച്ച വരെയോളം ഞങ്ങൾ ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജിനുള്ളിലേക്ക് പ്രോഗ്രാം കാണാൻ പോയത്. അപ്പൊ ഒരു 9 മണി 10 മണിയോട് കൂടി നല്ല തിരക്കായി തുടങ്ങിട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഈ തിരക്കാവുന്നതോറും പണി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറിനെ വെൽക്കം ചെയ്യാനുള്ള താലക്കാരും താലപ്പൊലിക്കാരും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചെണ്ടമേളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആങ്കറിംഗ് ആയിട്ട് നമ്മുടെ കോമഡി സ്റ്റാർസിലെ മീരയാണ് വന്നിരിക്കുന്നത്. ആ ഒരാളെയാണ് കാണാൻ പറ്റുന്നത്. കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റണമെന്നുണ്ടായില്ലെങ്കിലും ജസ്റ്റ് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു. അതിലൊന്നും ശ്രദ്ധിക്കാൻ ശരിക്കും പറഞ്ഞാൽ നേരമില്ല. നമ്മ കണ്ടപ്പോ കുറച്ചൊരു സീൻ എടുത്തോന്നുള്ളൂ കേട്ടോ. അതിനിപ്പോ എന്താ, പരിപാടി കഴിയണവരെ ആ കക്ഷീനെ നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റും. കാരണം ആങ്കറിംഗ് എന്നൊരു പണി അവസാനം വരെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറെ വർഷമായിട്ട് മീര തന്നെയാണ് എല്ലാ പരിപാടിക്കും ആങ്കറിംഗ് ചെയ്യാറുള്ളത്.
ചെണ്ടമേളവും താലപ്പൊലിയും പിന്നെ ട്രഡീഷണൽ കലാരൂപങ്ങൾ ഒക്കെ ഞങ്ങളുടെ സാറിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഞങ്ങള് അതിനിടയ്ക്ക് നല്ല ബിസി ആയിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് മൊമോസും നഗറ്റ്സ് പിന്നെ നല്ല ഫ്രഷ് തണ്ണിമത്തൻ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മൊമോസും നഗറ്റ്സും ഒക്കെ ഇങ്ങനെ വറുത്ത് കൊണ്ട് നിറച്ച് അങ്ങോട്ട് വെക്കുക. വെൽക്കം ഡ്രിങ്കും വെൽക്കം സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ സാറ് വന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ സാറിനെ വരവേൽക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോ കാണുന്നത്. ശരിക്കും ഈ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിന്ന് ഈ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളൊരു ഉത്സവത്തിന് പോയ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നണത്. നമ്മളൊരു പൂരം വൈബിൽ നിൽക്കുന്ന ഒരു തോന്നലാണ്. പക്ഷെ അത് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയാം. ഡ്യൂട്ടിയിലായതുകൊണ്ട് ആൾക്കാർ വരുന്തോറും ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിലായിരുന്നു കൂടുതലും ശ്രദ്ധ. ഈ ഒരു എൻജോയ്മെന്റിൽ ശരിക്കും പങ്കുചേരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എല്ലാ വർഷവും ഇങ്ങനെ ഡ്യൂട്ടി ഉണ്ടാവാറില്ല, മാറി മാറിയാണ് ഓരോ ബ്രാഞ്ചിനും ഡ്യൂട്ടി ഉണ്ടാവാറ്. ഈ വർഷം ഞങ്ങൾക്കാണ് ഈ ഡ്യൂട്ടി കിട്ടിയത്. അപ്പൊ അതിലിങ്ങനെ മുഴുകി നിൽക്കണോണ്ട് ഈ ഒരു ആരവത്തില് ഉത്സവത്തിലൊക്കെ ഞങ്ങൾക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ സാറിനൊന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് സത്യം. ഈ ഒരു തിക്കിനും തിരക്കിനും ഇടയിൽ സാറിനെ എത്തിച്ച് നോക്കാനല്ലാണ്ട് ശരിക്കും ഒന്ന് കാണാനായിട്ട് പറ്റിയില്ല. ഈ ഒരു തിരക്ക് കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയപ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ ഒരുവിധം ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നേരെ ഇനി സ്റ്റേജിലേക്കാണ് പോണത്. അവിടെയാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ. അതോടുകൂടി ഞങ്ങളുടെ പരിപാടികളും കുറച്ചൊന്ന് ഒതുങ്ങി റെസ്റ്റ് ആണ് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയാണ്. ഇനി സ്റ്റേജിൽ പരിപാടികളൊക്കെ കാണാൻ പോവാണ്. ഈ നഗറ്റ്സും ഈ മൊമോസൊക്കെ ഒരുപാട് ഞാൻ തിന്നു. സത്യം പറഞ്ഞാൽ ഞാനതൊക്കെ ഒന്ന് ഡയറ്റ് ആയിട്ടൊന്ന് മാറ്റി നിർത്തിയതാ. എൻ്റെ മുഖത്ത് ഈ പിമ്പിൾസ് വരുന്നതുകൊണ്ട് ഈ ഓയിലി ഫുഡൊക്കെ നിർത്താനായിട്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ട് പോലും ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ നാടൻ കലാരൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ സ്വാഗതത്തിന്റെ ചടങ്ങിൽ ഷോയ്ക്ക് വന്നതാണ്. അപ്പൊ അവരായിട്ട് ഞാൻ കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ ഞാൻ സെൽഫി എടുത്തോളാം. അതുപോലെ നമ്മുടെ മൂന്നാറിലെ വൈബ് റിസോർട്ടിന്റെ ഒരു സ്നേഹോപഹാരമാണ് സാറിന് കൊടുക്കുന്നത്. ജോളി സാറും സോജൻ സാറും ഇവിടെ നൽകാൻ റെഡിയായിട്ടുണ്ട്. സാറിനെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയാക്കുക. നൽകാൻ വേണ്ടി സോജൻ സാറിനെ സമർപ്പണം നൽകുന്നത്. അതുപോലെ 2020 സുർജിത്, പ്രമോദ്, പ്രതോഷ്, ദീനദയാലൻ എല്ലാവരും മുന്നോട്ടെത്തി മെമന്റോസ് ഏറ്റുവാങ്ങണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. മുന്നോട്ടെത്തി ചെയർമാൻ്റെ അടുത്ത് നിന്നും മെമന്റോസ് ഏറ്റുവാങ്ങാം. ഇത് കഴിഞ്ഞാൽ ബിസിനസ് ഹെഡുകളാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അച്ചീവേഴ്സിനും സ്റ്റാഫുകൾക്കും ഒക്കെ ബെസ്റ്റ് പെർഫോമൻസേഴ്സൊക്കെ ഉള്ള അവാർഡുകളും മൊമെന്റോസുകളൊക്കെ കൊടുക്കണ ഒരു കുറെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും കുറെ പരിപാടികളുണ്ട്. അപ്പോൾ 1 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള വിശപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ കുറെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാവും. എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അതിനുള്ളിൽ കുറച്ച് പേര് അവര് ഫുഡ് കഴിക്കാനായിട്ട് കേറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും വന്നിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. നല്ല
അപ്പോഴേക്കും നല്ല തിരക്കൊക്കെ ആയി ഫുഡിന്റെ സൈഡിൽ ഒരു രക്ഷയില്ല. ക്യൂ ഒക്കെ അവര് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് പോവാണ്. അതിന്റെ ഇടയ്ക്ക് പ്ലേറ്റ് ഒക്കെ എങ്ങനെയൊക്കെയോ കയറ്റി ഫുഡ് കഴിച്ചു. നല്ല ബിരിയാണി, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ മീൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു. ഫിഷ് ഒരു ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടൊരു സംഭവമാണ്. പിന്നെ വെജ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ്. എന്നിട്ട് പോലും നല്ല തിരക്കാണ്. അപ്പൊ അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു തന്നെ പറയാം. ഉച്ചയോട് കൂടി നല്ല തിരക്കായി. പക്ഷെ ഈ ഒരു മണിക്കൂറേ നല്ല തിരക്കുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞ് സാവകാശം കഴിക്കണവരൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മധുരത്തിനായിട്ട് നല്ല പാലട പായസം ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു വേറെ സെക്ഷനിൽ. ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല, എനിക്ക് പാലടയ്ക്ക് കുറെ കാലമായി കഴിച്ചിട്ട്. അപ്പൊ ഞാൻ പാലട തന്നെ കഴിച്ചു, ഐസ്ക്രീം അങ്ങോട്ട് റിജക്ട് ചെയ്തു. പായസത്തിന്റെ സ്ഥലത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒന്തി കയറാൻ ശ്രമിച്ചപ്പോ എനിക്ക് വേണ്ടി പായസം അവിടെ ഒരു സെക്ഷൻ എടുത്തു വെച്ചിട്ട് കുറെ കൂട്ടരെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും സദ്യ പായസം എന്നൊക്കെ പറയില്ല, അതുപോലെ പണ്ട് ഈ ഇങ്ങനെ ഒരു പായസം കുടിക്കാൻ വേണ്ടി എവിടെ പോയാലും ഞാൻ പറയും ഇത് സദ്യ പായസം അല്ല, ഇത് സദ്യ പായസം അല്ല. പക്ഷെ ഇത് സദ്യ പായസം തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ സ്റ്റേജിൽ പോയി പരിപാടികൾ കാണാനിരുന്നു. ജയശ്രീ രാധാകൃഷ്ണൻ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പറ്റയിൽ നിന്നും അന്നക്കുട്ടി, കിളിമാനൂരിൽ നിന്നും അശ്വതി, ഇടത്തുനാട്ടിൽ നിന്നും അജിത എന്നിവരെത്തണം. ഒന്നുകൂടി അനൗൺസ് ചെയ്യുന്നു. കൽപ്പറ്റയിൽ നിന്നും അന്നക്കുട്ടി, കിളിമാനൂരിൽ നിന്നും അശ്വതി, ഇടത്തുനാട്ടിൽ നിന്നും അജിത. ഇവരിത്രയും പേരെത്തി കഴിഞ്ഞാൽ കളിപ്പറമ്പിൽ നിന്നും സുനിത, വിതുരയിൽ നിന്നും വിഷ്ണു, ചിറയൻകീഴ് ടീമിന് ഒരു വലിയ കൈയടി നൽകിക്കൊണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ചിറയൻകീഴ് ടീമിന് ഒരു വലിയ കൈയടി നൽകിക്കൊണ്ട് ഇൻവൈറ്റ് ചെയ്യാം. ഫ്രണ്ടിൽ പ്ലീസ് എക്സിറ്റ് ഓൺ. കഴിഞ്ഞവർ എക്സിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 3:30-4 മണിയോട് കൂടി പരിപാടികളൊക്കെ അവസാനിച്ചു. ഒരുവിധം വന്ന ബ്രാഞ്ചസുകളൊക്കെ, അകലെന്ന് വന്ന ബ്രാഞ്ചസുകളൊക്കെ തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയൊന്നും വരാണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പുറത്തുനിന്ന്. അപ്പൊ അങ്ങനെ കുറച്ചങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കാണുന്ന ബസ്സുകളൊക്കെ ഞങ്ങളുടെ ബ്രാഞ്ചസ്, ഓരോ ബ്രാഞ്ചിൽ നിന്നും വന്ന ബസ്സുകളാണ്. അവരൊക്കെ ഇങ്ങനെ നിരത്തി അങ്ങോട്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കണ വണ്ടികൾ. ഞങ്ങൾ കുറേയൊക്കെ നടന്നു. എറണാകുളം ചുറ്റാനൊന്നും നേരം കിട്ടില്ല, കാരണം ഇപ്പൊ എല്ലാവരും പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു 6:00 കൂടി എത്തും. കൂടാതെ നല്ല മഴക്കാരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ പുറത്തേക്കൊന്നും ചുറ്റാനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തത്. എല്ലാവർക്കും വീട്ടിലേക്ക് പോകാനായിട്ട് തിരക്ക് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു മഴക്കാലൊക്കെ അടുത്തപ്പോ പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു മൂഡൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. എവിടെ നോക്കിയാലും വെള്ളം ചളിയും ഒക്കെയാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് ഇങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ കുറച്ചു നേരമൊക്കെ ഞങ്ങൾ റോഡിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് സെൽഫിയും ഫോട്ടോസുകളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളുടെ വണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ, കൂടാതെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ഇടണം. അത് എന്ത് തന്നെയായാലും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ, സീ യു.